അപ്പോൾ മക്കളെ, നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് മോട്ടോർ പ്രിൻസിപ്പിൾ. അതിന് തൊട്ടടുത്ത് തന്നെ ഈ ഫ്ലെമിങ്ങിൻ്റെ ഇടതു കൈ നിയമം, അതേപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ് മോട്ടോറും ഇലക്ട്രിക് മോട്ടോറും. ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ലൗഡ് സ്പീക്കറുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഒന്ന് നോക്കാം. മോട്ടോർ തത്വമൊക്കെ എന്തോ സാറേ ഭയങ്കര സാധനമാണ്, ഒന്നും മനസ്സിലാകുന്നു. ഒന്നുമില്ലടോ, ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ല, രണ്ട് മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് നോർത്തും ഉണ്ട്, ഒന്ന് സൗത്തും ഉണ്ട്. നോർത്ത് നിന്ന് സൗത്തിലേക്ക് എന്തുണ്ടാവുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നോർത്ത് നിന്ന് സൗത്ത് നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുള്ള എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ആവുന്ന സമയത്തിൻ്റെ ചോദ്യം, ഞാൻ ഒരു കമ്പി കഷ്ണം അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ, ഇങ്ങനെ ഒരു കണ്ടക്ടർ ഉണ്ട് കേട്ടോ. കണ്ടക്ടർ, നല്ല അടിപൊളി കണ്ടക്ടർ. ഈ ഒരു കണ്ടക്ടറിൽ ഞാൻ ഇങ്ങനെ വെച്ച് എന്നിട്ട് വയർ കൊടുക്കാൻ പോവാണേ. വയർ ഒരു സൈഡിൽ പോസിറ്റീവ് കൊടുത്തു, മറ്റേ സൈഡിലേക്ക് നമ്മൾ എന്തെന്നെ കൊടുക്കുകയാണ്? തൽക്കാലം നെഗറ്റീവ് കൊടുക്കുകയാണ്. ഒരു സൈഡിൽ പോസിറ്റീവ്, ഒരു സൈഡിൽ നെഗറ്റീവ്. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് എന്തുണ്ടാവുന്നുണ്ട് മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. കറൻറ്റിന് ഡയറക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഭയങ്കര ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി സാർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നോക്കിക്കോളി. ഈ ഒരു കണ്ടക്ടറിലേക്ക് കറൻറ്റ് പാസ് ചെയ്ത് തുടങ്ങിയല്ലോ. ഇവിടുന്ന് ഇങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, അതായത് കാന്തിക മണ്ഡലം ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന ചാലകത്തിലേക്ക് വൈദ്യുതി പ്രവഹിക്കുകയാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കണ്ടക്ടറിലേക്ക് കറൻറ്റ് പാസ് ചെയ്യാണ്. അങ്ങനെ കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടാൻ തുടങ്ങും. എന്തനുഭവപ്പെടാൻ തുടങ്ങും? ഫോഴ്സ്. അതായത് ഞാനിപ്പോൾ ഞാനൊരു കണ്ടക്ടർ. ഞാൻ ഈ ഒരു കണ്ടക്ടർ എന്താക്കുകയാണ്? രണ്ട് മാഗ്നറ്റിൻ്റെ ഇടയിൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചത്. എന്നിട്ട് എൻ്റെ മേത്ത് എന്ത് കൊടുക്കാൻ പോവാണ്? കറണ്ട് കൊടുക്കാൻ പോവാണ്. ഈ കറണ്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്തനുഭവപ്പെടും? എൻ്റെ മേത്ത് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഇങ്ങനെ ഫോഴ്സ് അനുഭവപ്പെടുന്നതിൻ്റെ കാരണത്താൽ ഈ സാധനം ഒന്ന് ചലിക്കാൻ ശ്രമിക്കും. ഈ കണ്ടക്ടർ എന്താകാൻ തുടങ്ങും? ചലിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ചാലകം ഇങ്ങനെ നീങ്ങാൻ തുടങ്ങും. ഈ ഒരു ഫിനോമിന, ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോട്ടോർ തത്വം അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഒന്ന് പറഞ്ഞു നോക്കി, നമ്മൾ ഒരുമിച്ച് പറഞ്ഞു നോക്കാം. എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എന്താ ചെയ്യുന്നത്? എ ഫോഴ്സ് വിൽ എക്സ്പീരിയൻസ്ഡ് ഓൺ ദാറ്റ് കണ്ടക്ടർ. ദിസ് ഈസ് നോൺ ആസ് മോട്ടോർ പ്രിൻസിപ്പിൾ. മലയാളത്തിൽ പറഞ്ഞാൽ, കാന്തിക മണ്ഡലത്തിലിരിക്കുന്ന ഒരു ചാലകത്തിലേക്ക് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിൻ്റെ മേൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് മോട്ടോർ തത്വം. സിമ്പിൾ അല്ലേ? ഈ സാധനം ഒന്ന് വായിച്ചു നോക്കിയാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള സാധനം. ആൻഡ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വിച്ച് ഫ്രീ ടു മൂവ്, അതായത് കെട്ടി വലിച്ച് വെക്കരുത്. അതായത് മൂവ് ചെയ്യാൻ ഫോഴ്സ് ഒന്നും അനുഭവപ്പെടരുത്, മൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞ് കെട്ടിയൊന്നും വെക്കരുത്. അങ്ങനെ ഫ്രീ ആയിട്ട് വെച്ചൊരു സാധനം. പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സിബിറ്റ് എ ടെൻഡൻസി ടു ഡിഫ്ലക്ട്. ദിസ് ഈസ് മോട്ടോർ പ്രിൻസിപ്പിൾ. യെസ്, നമ്മൾ പറഞ്ഞ സാധനം തന്നെ. കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിൽ ഒരു ബലം അനുഭവപ്പെടുകയും അതിന് ചലനം സംഭവിക്കുകയും ചെയ്യുന്നു. ഇതാണ് എൻ്റെ മോട്ടോർ തത്വം എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഇനി അപ്പം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാറേ ഇതിങ്ങനെ കറണ്ട് പോകുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് അങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമുക്കറിയാം, താഴോട്ട് കറണ്ടിൻ്റെ ഡയറക്ഷനും അറിയാം. എങ്ങോട്ടാണ് ചലിക്കുക സാറേ? എങ്ങോട്ടാണ് ആ ബലം അനുഭവപ്പെടുക? എങ്ങോട്ടാണ് ആ ഫോഴ്സ് അനുഭവപ്പെടുക? ആ ചോദ്യങ്ങളെ മനസ്സിൽ വന്നിട്ടുണ്ട്, എനിക്കറിയാം. ആ ചോദ്യത്തിന് ഉത്തരമാണിത്. മോട്ടോർ തത്വപ്രകാരം ചാലകത്തിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ദിശ എന്ത് വെച്ച് കണ്ടെത്താം? ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ വെച്ച് കണ്ടെത്താം. ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ വെച്ച് കണ്ടെത്താം. കാരണം നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ വലതുകൈ പഠിച്ചു, മാക്സ്വെല്ലിൻ്റെ വലതുകൈ പഠിച്ചു, പിന്നെ ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ. ഇനി വേറൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, ഫ്ലെമിങ്ങിൻ്റെ തന്നെ വലതുകൈ വേറെ പഠിക്കാനുണ്ട്. അപ്പോൾ മാറിപ്പോരുത്. ഈ ചാപ്റ്ററിൽ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താനുള്ളത് നോക്കാം. സാറതാ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പഠിച്ചതാണ്, എല്ലാവരും പറയുന്നൊരു ട്രിക്കാണ്. ഫോഴ്സ് ആണ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഇതെന്താണ്? കറൻ്റാണ്. അപ്പോൾ F ഫോർ ഫാദർ,
M4 ഇത് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാകുമ്പോൾ M മദർ, കറൻറ്റിന് C ചൈൽഡ്. ഒരു വീട്ടിൽ ഏറ്റവും മൂത്ത ആൾ ഫാദറാണ്, മദറാണ്, ചൈൽഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ട്രിക്ക്. അപ്പോൾ ഞാൻ ഇത് ഭയങ്കര ട്രിക്കാക്കി ഭയങ്കര സംഭവമാക്കി പറഞ്ഞാൽ നിങ്ങൾ പറയും സാർ ഇതൊക്കെ ഞങ്ങൾ കേട്ടാന്ന്. എന്നാലും ഞാൻ പറയാം ഭയങ്കര സംഭവമാക്കി പറയാലോ. ഇത് ഫാദർ, ഇത് മദർ, ചൈൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ചേ. ഫാദർ, മദർ, ചൈൽഡ്. ഓക്കെ, ഈ ഒരു ട്രിക്ക് എങ്ങനെ യൂസ് ചെയ്യും? എല്ലാവരും ഈ സാധനം കൊണ്ട് ഇമെയിലായിട്ട് വെക്കൂ, എന്നിട്ട് ഇതൊന്നായി കൺഫ്യൂഷൻ ആവും. സാറേ കിട്ടുന്നില്ല സാറേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൺഫ്യൂഷൻ ആവും. അതിനൊരു വഴിയുണ്ട്. ഇനി വെക്കുന്നതിനൊരു നിയമമുണ്ട്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ട്. നോക്കി വെക്കാം. ഓക്കെ കളറൊക്കെ കാണുന്നുണ്ട് അല്ലേ? ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഇങ്ങോട്ടാണല്ലോ. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. കറൻറ്റിൻ്റെ ഡയറക്ഷൻ കിട്ടണേ ആദ്യം എന്ത് വേണം? ഒരു കണ്ടക്ടർ വെക്കണം. ഇതാ ഞാനൊരു ഒരു കണ്ടക്ടർ വെക്കാൻ പോവാണ്. ഒരു കഷ്ണം സാധനം, ഒരു പീസ് സംഭവം വെക്കുക. ഇതാ ഈ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എന്ത് കൊടുക്കാൻ പോവാണ്? ഇതിലേക്ക് എന്ത് കൊടുക്കാൻ പോവാണ്? ഇതാ കറൻറ്റ് കൊടുക്കാൻ പോവാണ്. ഇവിടെ പ്ലസ് മൈനസ്, പ്ലസ് മൈനസ് ഇവിടെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നോക്കിക്കോളി. ഇങ്ങനെ പ്ലസ് ഇങ്ങനെ പോകുന്ന സമയത്ത് പ്ലസ് നിന്ന് മൈനസ്ക്ക് അല്ലേ കറണ്ട് പോവുക. അപ്പോൾ മേലോട്ട് കറൻറ്റിൻ്റെ ഡയറക്ഷൻ മേലോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ അവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലെങ്ങനെ ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ വെക്കാം? ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഇടത് കൈയാണോ വലത് കൈയാണോ പിടിച്ചത്. ഞാൻ ഇടത് കൈ പിടിച്ചു. എന്നിട്ട് ഈ വിരലിൽ ചൂണ്ടുവിരൽ മാത്രം, വേറൊരു വിരലും തുറക്കണ്ട. ഈ ചൂണ്ടുവിരൽ മാത്രം തുറക്കുക. എന്നിട്ട് ഇതിൻ്റെ നേരെ ഇങ്ങനെ വെക്കുക. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ എന്താ ഡയറക്ഷൻ കറക്റ്റാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടോ കറക്റ്റായി വെച്ച്. ഇനി ഈ വിരൽ അടിയത്തെ നമ്മളെ നടുവിരൽ ഇങ്ങനെ വെക്കുക. ഇപ്പോൾ നോക്കി ഇത് കറൻറ്റിൻ്റെ ഡയറക്ഷനാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മളുടെ കറൻറ്റ് മേലോട്ടാണ്, എൻ്റെ വിരൽ താഴോട്ടുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ തിരിച്ചാളണം. റെഡി? അങ്ങനെ തിരിച്ച് കഴിയുന്ന സമയത്ത് ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുമില്ല, കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ കറക്റ്റ് വന്ന്. എന്നിട്ട് ഈ തള്ളവിരൽ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് തള്ളവിരൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് തള്ളവിരൽ ഏട്ടാണ് കാണിക്കുന്നത്, താഴോട്ടാണ് കാണിക്കുന്നത്. താഴോട്ട് വെച്ചാൽ ഇതിൻ്റെ ഫോഴ്സ് എങ്ങോട്ടാണ് അനുഭവപ്പെടുക? ഡൗൺവേർഡ്സ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഉള്ളോട്ട്, സ്ക്രീനിൻ്റെ ഉള്ളോട്ട് ആണ് കാണിക്കുക. ഓക്കെ, ഇനി സാർ എന്ത് ചെയ്തറിയോ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേറൊരു ഇത് ഇപ്പം കണ്ടല്ലോ നമ്മൾ, അതേപോലെ ഇതൊന്ന് കണ്ടു വെക്കുക. ഇത് കാണാൻ സാർ എന്ത് ചെയ്യാണ്? അടുത്തൊരു വയറെടുത്തു. ഇതിൽ തന്നെ ഒരൊറ്റ സാധനം ചെയ്ത് നോക്കാം. ഈ സെയിം സാധനത്തിൽ തന്നെ. ഇത് നിങ്ങൾ കുറച്ച് കൺഫ്യൂസിങ് ഉള്ളതാണ്, അതുകൊണ്ടാണ് സാർ ഇതെന്താക്കുന്നത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ തന്നെ ഒന്നുകൂടി വേറൊരു രീതി, കാരണം കറൻറ്റ് ഡയറക്ഷൻ ഒന്ന് മാറ്റി വെക്കുക. ഓക്കെ ഇതിൻ്റെ കറൻറ്റ് ഡയറക്ഷൻ നേരത്തെ ഇവിടെ പോസിറ്റീവ്, ഇപ്പം ഇവിടെ നേരെ തിരിച്ചാളുക. ഇവിടെ പോസിറ്റീവാക്കി ഇവിടെ നെഗറ്റീവാക്കി കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യണം താഴോട്ട്. കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഇട്ടാൽ താഴോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇങ്ങോട്ടാണ്, കാന്തിക മണ്ഡലം. സെയിം സംഭവം ചെയ്യുക. ഇങ്ങനെ വിരൽ വെക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കറക്റ്റാണോ നോക്കുക, വിരലൊന്ന് താത്തി വെക്കുക. ഇപ്പോൾ കറൻറ്റിൻ്റെ ഡയറക്ഷൻ കറക്റ്റാണ് അല്ലേ? എന്നിട്ട് ഈ വിരലൊന്ന് പൊക്കി വെക്കുക. ഈ ഓർഡറിൽ പൊക്കണം, അല്ലാണ്ട് ഈ സാധനം ഇങ്ങനെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ കൺഫ്യൂഷൻ ആവും. എന്നിട്ട് ആദ്യം ഇത് വെക്കുക, പിന്നെ ഇത് വെക്കുക, പിന്നെ ഇത് വെക്കുക. ഇപ്പം എങ്ങോട്ടാ? അപ്വേഡ്, മുന്നോട്ട്, സ്ക്രീനിൽ മുന്നോട്ടാണ് ഇതിൻ്റെ ഫോഴ്സ് അനുഭവപ്പെടുക, ബലം അനുഭവപ്പെടുക. ഇനി ഞാൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറ്റിയിട്ടൊരു ചിത്രം വരച്ചിട്ടുണ്ട്. ഈ ചിത്രം ഒന്ന് നോക്കാം. ഇത് നമുക്ക് അത്യാവശ്യം എല്ലാവരും കൺഫ്യൂഷനാണ് പറയുന്ന പാർട്ടായിട്ടാണ് നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ കറണ്ട് കൊടുക്കുകയാണ് മക്കളെ. കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ സൈഡിൽ ആദ്യം പോസിറ്റീവ് നെഗറ്റീവ് വെച്ച്, പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ്, ഇവിടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യാണ്, അപ്വേർഡാണ് കറണ്ട് പോകുന്നത്. ഇനി നല്ലോണം പിടിച്ചു നോക്കി, കറക്റ്റ് പിടിക്കുക. ഞാൻ ഇങ്ങനെ വെച്ച് ആദ്യം, പക്ഷേ കറക്റ്റാണോ? കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് നിന്ന് സൗത്തിലേക്കല്ല മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം. ഇങ്ങനെ വെച്ച് കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്താക്കുക? ഞാനിങ്ങനെ വെച്ച്, ഇപ്പോൾ പ്രശ്നമുണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് കറക്റ്റായി. എന്നിട്ട് ഈ ചൂണ്ടുവിരലൊന്ന് പൊക്കി വെക്കുക, നടുവിരലൊന്ന് പൊക്കി വെക്കുക. കറക്റ്റ് കണ്ടോ? കറൻറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടോ മേലോട്ട്? എന്നിട്ട് തള്ളവിരലൊന്ന് പൊക്കി വെക്കുക. അപ്പോൾ ഇത് ഏട്ടാ അപ്വേർഡ്, അല്ലെങ്കിൽ പുറത്തേക്ക്, ഇങ്ങനെ പുറത്തേക്കുള്ള ഡയറക്ഷൻ. റെഡി ആണല്ലോ?
ഇതേപോലെ സാർ ഇനി അടുത്ത് ചെയ്യാൻ പോണ് ഇതിൻ്റെ ഇതൊന്ന് മാറ്റി പിടിച്ച് വെക്കാം. നമുക്ക് ഇവിടെ ഡയറക്ഷൻ മാറ്റി വെക്കാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ചോദ്യത്തിൽ തെറ്റിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കാൻ പറയുന്നത്. ഓക്കെ, ഇവിടേക്ക് കറണ്ടിന് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ടൈം കറണ്ട് വെച്ച് ഇങ്ങനെ മേലോട്ടല്ലയോ, ഇനി താഴോട്ടാക്കി വെക്കുക. താഴോട്ടാണ്. ഇവിടെ നെഗറ്റീവ് വരണം, ഇവിടെ പോസിറ്റീവ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് താഴോട്ട് കറണ്ട് കറണ്ട് താഴോട്ട്. ഓക്കെ, കറണ്ട് താഴോട്ട് കേട്ടോ. ഇനി ഈ വിരൽ ഇങ്ങനെ പിടിച്ചു, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പിടിച്ചു. ഇങ്ങനെ പിടിച്ചാൽ കറക്റ്റ് ആവുമോ? ഇല്ല, കാരണം കറണ്ട് മേലോട്ടാണ്. ഞാൻ വിരൽ പിടിച്ച മേലോട്ടാണ്, പക്ഷേ നമ്മളുടെ ഫിഗറിൽ താഴോട്ടാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ തിരിച്ച് പിടിക്കുക, എന്നിട്ട് ഈ തള്ളവിരലൊന്ന് പൊക്കി വെക്കുക. ഇപ്പം എന്തായി കണ്ടോ? കറക്റ്റായി. ഇപ്പം കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഈ രീതിയിൽ ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ സംഭവം. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ കൺഫ്യൂഷനായി ബേജറായിട്ട് സംഭവം ചെയ്യാൻ അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളോട് തെറ്റിപ്പോകുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ എന്താ പറയുക? ചൂണ്ടുവിരൽ അല്ല എല്ലാ വിരലുകളും, തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എല്ലാം എന്താക്കുക? പരസ്പരം ലംബമായിട്ട് പിടിക്കുക. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ബലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു. ഇത് എന്തിൻ്റെ ദിശയെ? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ. ഇത് കറണ്ടിൻ്റെ ദിശ സൂചിപ്പിക്കുന്നു. അതായത് ഇത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? കറണ്ടിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു. ഭയങ്കര സിമ്പിൾ. ആ ഡെഫിനിഷൻ അതേപോലെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇനി നമ്മളുടെ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളും മോട്ടോർ പ്രിൻസിപ്പിളും ഒക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് വൈദ്യുത മോട്ടോർ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്ന സാധനം. ആദ്യം ഫിഗർ മനസ്സിലാക്കുക, ഫിഗറിൻ്റെ പാർട്സ് മനസ്സിലാക്കുക. ഫിഗറിൻ്റെ പാർട്സിൽ ആദ്യം നമുക്ക് ഇത് എന്താണെന്ന് പറയാം? ഇതാണ് എന്ത്? ആർമേച്ചർ. യെസ്, ഇതാണ് ആർമേച്ചർ. ഇനി മക്കളെ, ഇവിടെ ഞാൻ എന്തെടുത്തിട്ടുണ്ട്? ഇതൊരു ബ്രഷാണ്, ഗ്രാഫൈറ്റ് ബ്രഷ് അറിയാം. ഇവിടെ ഒരു മുറിച്ച് വെച്ച റിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ സ്പ്ലിറ്റ് റിങ് എന്ന് വിളിക്കും. എന്ത് റിങ്? സ്പ്ലിറ്റ് റിങ് എന്ന് വിളിച്ചു. ഇവിടെ നമ്മൾ പവർ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറണ്ട് കൊടുക്കാനുള്ള സോഴ്സ് ഉണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ DC സോഴ്സാണ് കൊടുക്കുന്നത്. ചിത്രത്തിൽ ഒരു സോഴ്സ്, കറണ്ടിൻ്റെ സോഴ്സ് ഉണ്ട്. തൽക്കാലം സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തു. ഇനി എന്ത് ചെയ്തു? ഇവിടെ നിന്ന് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യും. ഇതിൽ കൂടെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇല്ല, നമുക്ക് കറണ്ട് ഇവിടുന്ന് ഇവിടെ നെഗറ്റീവാണ്. ഇവിടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യണം. യെസ്, കറണ്ട് എങ്ങനെ പാസ് ചെയ്യണം? ഇങ്ങനെ പാസ് ചെയ്യണം. സിമ്പിളാണ്. കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇങ്ങനെ കടന്നു പോയിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലാണ് ഒരു കോയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ഇരിക്കുന്നത്. ആ കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൽ എന്ത് അനുഭവപ്പെടും? ബലം അനുഭവപ്പെടും അല്ലെങ്കിൽ ഫോഴ്സ് അനുഭവപ്പെടും. അത് കാരണം ഇത് അനങ്ങാൻ തുടങ്ങും. അനങ്ങാൻ തോന്നുന്നത് നോക്കിക്കോളി. സാർ എന്താക്കാണ് അറിയോ? ഫോർ എക്സാമ്പിൾ, ഒരു കയ്യിലൊരു പീസ് സാധനം എടുത്തിട്ടുണ്ട്. ഈ പീസ് സാധനം വെച്ചിട്ട് ഇവിടെ നോക്കി നോക്കി എങ്ങോട്ടാണ് ഫോഴ്സ്? ഈ സൈഡിൽ ഫോഴ്സ് എങ്ങോട്ടാണ് അനുഭവപ്പെടുന്നത്? താഴോട്ടാ. എങ്ങനെയാ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വെച്ച് കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടാണോ ചിത്രത്തിൽ? അല്ല. ചിത്രത്തിൽ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്താക്കിയാൽ ഇങ്ങനെ പിടിച്ച്, അപ്പോൾ എങ്ങോട്ടാണ് അനുഭവപ്പെടേണ്ടത്? താഴോട്ടാണ് ഫോഴ്സ് അനുഭവപ്പെടുക. അതാ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വെച്ച് കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെ വെച്ച് കറക്റ്റാണ്. കറണ്ട് ഡയറക്ഷൻ കയ്യിൻ്റെ വിരലിൻ്റെ ഡയറക്ഷൻ കറക്റ്റാണ്. മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന അങ്ങോട്ടാണ്. വിരൽ പൊക്കി വെക്കുക മുകളിലോട്ട്. അതാണ് അപ്വേർഡ്. ഓക്കെ, പ്രശ്നമുണ്ടോ? ഇല്ല. റെഡി. ഓക്കെ, ഇനി അതായത് ഒരു സൈഡിൽ താഴോട്ടും ഒരു സൈഡിൽ മുകളിലോട്ടും. ഒരു സൈഡിൽ നിന്ന് താഴോട്ടാണ് പിടിച്ചു വലി ഫോഴ്സ് അനുഭവപ്പെടുന്നത്, ഒരു സൈഡിൽ മുകളിലോട്ടാണ്. അതായത് ഇങ്ങനെ ഒരു ആർമേച്ചർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആർമേച്ചർ ഉണ്ട്, ഒരു സൈഡിൽ താഴോട്ട് ഉന്തും, അതേ സമയത്ത് തന്നെ ഇതിനെ മുകളിലേക്ക് ഉന്തും. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇവിടുന്ന് താഴോട്ട് ഉന്തൽ കിട്ടുകയാണ്, ഇവിടുന്ന് മുകളിലേക്ക് ഉന്തൽ കിട്ടുക. അപ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞൂലേ? വീണ്ടും അതിങ്ങനെ തിരിഞ്ഞെത്തുമ്പോൾ ഇവിടെ വീണ്ടും താഴോട്ട് ഉന്തും, ഇത് വീണ്ടും മുകളിലേക്ക് ഉണ്ടും. ഇതിങ്ങനെ എന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കറങ്ങും ആർമേച്ചർ. ഈ ഒരു പ്രോസസ്സാണ് മോട്ടോറിൽ പ്രവർത്തിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരുമെന്ന് വെച്ചാൽ ആദ്യം വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിളാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് മക്കളെ? മോട്ടോർ പ്രിൻസിപ്പിൾ.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോട്ടോർ പ്രിൻസിപ്പിൾ. പ്രവർത്തന തത്വം, യെസ്, മോട്ടോർ തത്വം. ഇനി എനർജി ചേഞ്ച് എന്താ? ഇലക്ട്രിക് മോട്ടോറിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ? ഇലക്ട്രിക് കറൻറ്റ്. എന്താ കൊടുക്കുന്നത് മക്കളെ? ഇലക്ട്രിക് എനർജിയാണ് കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്നത് എന്താ? അങ്ങനെ കറങ്ങുകയല്ലേ. കറങ്ങുക എന്ന് മീൻസ് അതിന് മെക്കാനിക്കൽ എനർജി. യെസ്. ഇനി ഊർജ പരിവർത്തനം ഇംഗ്ലീഷ് മലയാളത്തിൽ ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. വൈദ്യുതോർജ്ജമാണ്. വൈദ്യുതോർജ്ജം അതെന്തായി മാറുക? യാന്ത്രികോർജ്ജമായി മാറുക. എന്തൂർജ്ജമായി മാറുക? യാന്ത്രികോർജ്ജമായി മാറുക. സ്പീഡിൽ എഴുതിയോണ്ടാണ് ഇത്. പൊളിയാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്താ? കോയിലൂടെ വൈദ്യുതധാര ഒഴുകുമ്പോൾ കാന്തിക മണ്ഡലത്തിൽ ബലം അനുഭവപ്പെടുന്നു, കോയിൽ തിരിയുന്നു. ഇതിനനുസരിച്ച് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന സാധനം എന്ന് ഉദ്ദേശിച്ചത്, കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രഷും സ്പ്ലിറ്റ് റിങ്ങും ഇല്ലേ, ആ ഭാഗത്തിനെയാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുക. ബ്രഷും റിങ്ങും കൂടി അടങ്ങിയ ആ ഭാഗത്തിനാണ് കമ്മ്യൂട്ടേറ്റർ. ആ ഭാഗം ഓരോ ഭാഗത്തും ഇങ്ങനെ എത്തുന്ന സമയത്ത് ബ്രഷ് അവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കുന്നുണ്ടോ? ഇല്ല, ബ്രഷ് അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ റിങ് ഇങ്ങനെ തിരിയുന്നുണ്ട്. ആ ഒരു ഇതാണ് പറയുന്നത്. ഇങ്ങനെ റിങ് അവിടെ നിൽക്കുന്നുണ്ട്, ബ്രഷ് അവിടെ നിൽക്കുന്നുണ്ട്, റിങ് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. ഈ ഒരു വർക്കിംഗ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്നാലും ഒരു വർക്കിംഗ് ഒന്നുകൂടി നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഓക്കെ, വായിച്ച് നോക്കുക. കറണ്ട് ഫ്ലോസ് ത്രൂ ദ കോയിൽ, ഫോഴ്സ് ആക്ട് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഏത് പ്രകാരമാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്? മാഗ്നറ്റിക് മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഇവിടെ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അതായത് ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യണം. ഇവിടെ മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം, അക്കോർഡിംഗ് ടു മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ ഫോഴ്സ് അനുഭവപ്പെട്ട കോയിൽ തിരിയും. കോയിൽ തിരിയുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഒരു സൈഡിൽ പോസിറ്റീവ് ഒരു സൈഡിൽ നെഗറ്റീവ് എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്ററിൻ്റെ പണി. ഒരു സൈഡിൽ എപ്പോഴും പോസിറ്റീവ് കീപ്പ് ചെയ്യുക, ഒരു സൈഡിൽ എപ്പോഴും നെഗറ്റീവ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് കമ്മ്യൂട്ടേറ്ററിൻ്റെ പണി. അടുത്തത് മക്കളെ, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. അടുത്തതാണ് നമ്മൾ എന്ത് പറയുന്നത്? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. ഭയങ്കര സിമ്പിളാണ്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. അടിപൊളിയാക്കി മനസ്സിലാക്കുക മക്കളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സ്പീക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പീക്കർ കേൾക്കല്ല, ഇങ്ങനെ എന്നമ്മോ അങ്ങനെ പാട്ട് പാടുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ട് ആംപ്ലിഫയറിലേക്ക് എത്തും. ആംപ്ലിഫയറിന് നിങ്ങൾ ചിത്രൻ്റെ കലാവാസന കാണിച്ചു തരാം. നോക്കിയോ? ഇതായിട്ട് റെഡിയാണല്ലോ കോയ. ഹൈ മുനീറേ, കണ്ണ് ചുമ്മല്ല മുനീറേ, പോകുന്നില്ല മുനീറേ. ഇതെന്താണ് പാത്ത്? ആ പോയല്ലോ. ദാ എന്തോ മണക്കുണ്ടടാ. മണക്കുണ്ടോ? എന്താ അറിയോ? എൻ്റെ കലാവാസന അതാ മണക്കണത്. ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പാട്ട് കേടാം. മൈക്ക് ഇങ്ങനെ മൈക്കിൽ നിന്ന് എവിടേക്ക് പോകും? നമ്മൾ ആംപ്ലിഫയറിലടാ ആ സാധനം, അതിലേക്ക് പോകും. ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് അതിൽ നിന്ന് നമ്മളെ കണക്ഷൻ എവിടേക്ക് വരും? ആംപ്ലിഫയറിന് കണക്ഷൻ എങ്ങോട്ട് വരും? വോയിസ് കോയിലേക്കാണ് വരിക. സ്പീക്കറിൻ്റെ വോയിസ് കോയിൽ ഭാഗത്തേക്ക് വരും. ഇങ്ങനെ പാട്ട് പാടുന്ന സമയത്ത് ഈ സ്പീക്കറിൻ്റെ ഇവിടേക്ക് കറണ്ട് എത്തും. അതായത് ഇതാ ഈ പോയിന്റിലേക്കാണ് ആംപ്ലിഫയറിന് കറണ്ട് എത്തുക. അങ്ങനെ കറണ്ട് എത്തുമ്പോൾ ഇവിടെ ആരുണ്ട്? ഒരു കോയിലുണ്ട്. ഓക്കെ, ആ കോയിലുണ്ട്. ഒന്ന് വളരെ ചെറുതാക്കി ഒന്ന് കാണിച്ചു നോക്കാം. ഇവിടെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഭയങ്കര ചെറിയൊരു ഒരു കോയിലുണ്ട്. ആ കോയിലിനാണ് നമ്മൾ വോയിസ് കോയിൽ എന്ന് പറയുക. ആ കോയിലിനാണ് നമ്മൾ എന്ത് പറയുക? വോയിസ് കോയിൽ എന്ന് പറയാം കേട്ടോ. ഓക്കെ, ആ കോയിലിലേക്ക് കറണ്ട് എത്തി. ആ കോയിൽ എവിടെ ഇരിക്കുന്നത്? ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇതാ ഞാനൊരു മാഗ്നറ്റ് ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ കണ്ടോ? മാഗ്നറ്റാ. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയ്ക്കാണ് ആരെത്തുന്നത്? ആ
ആ കോയിലിലേക്ക് കറണ്ട് എത്തുന്നത്. അതായത് ഒരു കോയിൽ എവിടെ ഇരിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്നു, അതിലേക്ക് കറണ്ടും എത്തുക. അപ്പോൾ അതിൽ എന്ത് മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം എന്ത് വരും? ബലം അനുഭവപ്പെടും. എന്താ ഒരു ബലം അനുഭവപ്പെടും. അങ്ങനെ ബലം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഇതെന്താകാൻ തുടങ്ങും? മേലോട്ടും താഴോട്ടും ഇങ്ങനെ ചലിക്കാൻ തുടങ്ങും. അങ്ങനെ ചലിച്ചു തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അപ്പുറം കണക്ട്, ഈ കോയിൽ വോയിസ് കോയിൽ കണക്റ്റ് ആയി നിൽക്കുന്ന ഇങ്ങനെ പറയുന്ന കണ്ടോ, ഈ ഒരു പാട പോലത്തെ സാധനമില്ലേ, ഡയഫ്രം. അതിനെന്താ പേര് പറയാ? ഡയഫ്രം. ആ ഡയഫ്രം എന്താവാൻ തുടങ്ങും? ഇങ്ങനെ നീങ്ങാൻ തുടങ്ങും, സ്പീഡിൽ ഇങ്ങനെ നീങ്ങും. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്ന് വീശി നോക്കി, നിങ്ങളെ കയ്യിലുള്ള പേപ്പർ എടുത്ത് ഇങ്ങനെ ഒന്ന് വീശി നോക്കി. ആ വീശി നോക്കി അതിൽ തന്നെ എന്ത് സൗണ്ട് ഉണ്ടാവും. അതേപോലെ ഈ ഡയഫ്രം ഇങ്ങനെ എയറിൽ കിടന്ന് ഇങ്ങനെ ഇളകി കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? സൗണ്ട് പ്രൊഡ്യൂസ് ആവുകയും അങ്ങനെയാണ് ഇതിൽ നമ്മൾ എന്താക്കുന്ന മക്കളെ? സൗണ്ട് പുറത്തേക്ക് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഭാഗങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഓരോ ഭാഗം. ഇവിടെ നമുക്ക് എന്തുണ്ട്? വോയിസ് കോയിലുണ്ട്. ഇവിടെ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, അതായത് ഫീൽഡ് കാന്തങ്ങളുണ്ട്. ഇവിടെ ഡയഫ്രം ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഫ്രം. പിന്നെ പുറത്തുള്ള ഈ ഇരുമ്പിൻ്റെ സാധനമല്ലേ, ഈ ഇരുമ്പിൻ്റെ ആ ഭാഗത്തിനാണ് സോഫ്റ്റ് അയൺ ഷീൽഡ് എന്ന് പറയുക, അല്ലെങ്കിൽ പച്ചിരുമ്പ് കവചം എന്ന് പറയുക. നിങ്ങൾ കണ്ടില്ല സ്പീക്കറിൻ്റെ വേക്കിൽ ഇങ്ങനെ ഇരുമ്പിൻ്റെ ഒരു ഇങ്ങനെ കട്ടിങ് ഉള്ളൊരു സംഭവമാണ് ഇരുമ്പിൻ്റെ. ഒരു മഞ്ഞ അല്ലെങ്കിൽ ഒരു സിൽവർ കളറിലൊക്കെ കാണാം. ഓക്കെ, ആ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുക? പച്ചിരുമ്പ് കവചം അല്ലെങ്കിൽ സോഫ്റ്റ് ആൻഡ് ഷീൽഡ് എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ഭാഗങ്ങൾ പഠിച്ചല്ലോ. ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് നോക്കിയാൽ മക്കൾ. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ മക്കളെ? മോട്ടോർ പ്രിൻസിപ്പിളാണ്. മോട്ടോർ പ്രിൻസിപ്പിൾ ഇതാ കഴിഞ്ഞ മക്കളെ. ഇവിടെ എനർജി ചേഞ്ച് നമ്മൾ കൊടുക്കുന്നത് എന്താ? ഇലക്ട്രിക് എനർജി നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് എന്തുണ്ടാവുന്നു? സൗണ്ട് എനർജി ഉണ്ടാവുന്നു. എന്തുണ്ടാവുന്നു? സൗണ്ട് എനർജി ഉണ്ടാവുന്നു. ഇനി മോട്ടോർ തത്വം എന്താണ്? മോട്ടോർ തത്വം അതേപോലെ ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ശബ്ദോർജ്ജം എന്തായി മാറുന്നു? ശബ്ദോർജ്ജമായി മാറുന്നു. ഈ ഒരു സംഭവമാണ് ഇതിലുള്ള പ്രധാന കാര്യം. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ. വോയിസ് കോയിലിലേക്ക് കറണ്ട് വരും. വോയിസ് കോയിലിൽ നിന്ന് കറണ്ട് എന്താവും? മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന വോയിസ് കോയിലിലേക്ക് കറണ്ട് വന്നാൽ മോട്ടോർ തത്വപ്രകാരം ആ വോയിസ് കോയിലിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുകയും അതിനോട് സംബന്ധമായി കിടക്കുന്ന ഡയഫ്രം ഇങ്ങനെ അനങ്ങുകയും ചെയ്യുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ആവും. ഇതാണ് വർക്കിംഗ്. ഓക്കെ, റെഡിയല്ലേ മക്കളെ? ഇതിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ മക്കളെ. ഉഷാറല്ലേ? നന്നായിട്ട് പഠിക്കുക. റെഡി? ഓക്കെ, താങ്ക് യു. റെഡി?